നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എനിക്കിപ്പോൾ ലാസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻസാണ് ഇപ്പോൾ ഇതിൽ ക്ലിയർ ചെയ്ത് തരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, റേക്കി ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഇഷ്യൂസ് അതൊക്കെ മാറിക്കിട്ടാൻ എത്ര കാലം എടുക്കും എന്നാണ് ചോദിച്ചത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യമാണ്, റേക്കി എന്ന് പറയുന്നത് ഡിവൈൻ എനർജിയാണ്. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല കോൺഷ്യസ്നെസ് ഉള്ള ഒരു എനർജിയാണ് റേക്കി എന്ന് പറയുന്നത്. സോ നമ്മൾ റേക്കി കൊടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്യൂസ് എല്ലാം പുറത്തോട്ട് വരും. അത് ഇമോഷണൽ ഇഷ്യൂസ് ആണെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ പുറത്തോട്ട് വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫിസിക്കൽ ഇഷ്യൂസിൻ്റെ പിന്നിലും ഒരു റൂട്ട് കോസ് ഉണ്ട്. ഈ എത്ര കാലം നമ്മൾ ഹീലാവാൻ എത്ര കാലം എടുക്കുമെന്ന് പറയും. ഇപ്പോൾ 21 ഡേയ്സ് അല്ലെങ്കിൽ 3 മാസം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കാൽമുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ ഒരു സ്കിൻ ഇഷ്യൂസ്, നമ്മൾ ആ ഒരു സ്കിന്ന് അല്ലെങ്കിൽ ആ ഒരു കാൽമുട്ടിൻ്റെ ഏരിയയിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളത്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഇഷ്യൂ, ആ ഇഷ്യൂവിന് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്തും അതിൻ്റെ റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസ് എപ്പോഴാണോ ഹീലാവുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ഈ ഇഷ്യൂ ക്ലിയർ ആവുക. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവുക. ഷോൾഡർ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നിരന്തരമായിട്ട് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. യോഗ നോക്കി, ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കി, എക്സസൈസിലൂടെ നോക്കി, പലതരം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇന്ന് വേണ്ട ഇനി ചികിത്സിക്കാൻ നമ്മളൊന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാതരം ചികിത്സാ രീതിയും നമ്മൾ പരിശ്രമിച്ചിട്ടും ഈ ഒരു ഷോൾഡർ പെയിന് മാറുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു റൂട്ട് കോസ് ഉണ്ടാവും. അതായത് നമുക്ക് ഷോൾഡർ പെയിന് വരുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം വരുമ്പോഴാണ്. അത് ഇമോഷണലായിട്ടുള്ള ഭാരമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമുക്ക് പെയിൻ വരുന്നത് എങ്കിൽ അതൊരു മെയിൽ, അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഒരു പുരുഷൻ നിങ്ങളുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഷോൾഡർ പെയിൻ വരിക. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതൊരു ഫീമെയിലാണ്, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ കാരണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വേദന വരികയും, അതായത് ഭാരം അവർ തരുന്ന ഒരു ഹെവിനെസ് നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരിക. ഇത് ഇമോഷണലാണ്. മനസ്സിലാക്കുക, ഇത് ഇമോഷണലായിട്ടാണ് നിങ്ങളെ ബാധിക്കുന്നത്. ഈ ബാധിക്കുന്ന പെയിനാണ് നമുക്ക് ഫിസിക്കലി പുറത്തോട്ടേക്ക് കാണിക്കുന്നത്. കാരണം നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫിസിക്കൽ ബോഡിയും എല്ലാം തമ്മിൽ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. അതാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പുറത്ത് ഇങ്ങനെ ഹീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഇഷ്യൂ എന്താ ക്ലിയർ ആവാത്തത്. അപ്പം നമ്മളുടെ ഓരോ ഇഷ്യൂവിനും, ഓരോ അസുഖത്തിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഇഷ്യൂവിന് വേണം നമ്മൾ ഹീലിംഗ് കൊടുക്കാൻ. അതായത് നമ്മൾ ഈ പുറം വേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിന് വരുമ്പോൾ നമ്മൾ അവിടെ ഹീലിംഗ് കൊടുക്കാം പെയിന് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ റൂട്ട് കോസായ ഈ ഒരു വ്യക്തി നമുക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ലൈഫിൽ നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന ആ ഒരു പേഴ്സൺ ആരാണ്. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മളവിടെ ഹീൽ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഹാർട്ട് ചക്രയിൽ നമ്മൾ നന്നായിട്ട് ഹീൽ ചെയ്യുക, എന്നിട്ട് അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഹീൽ ചെയ്യണം. അത് ബുദ്ധിമുട്ടാവാത്ത രീതിയിലൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഈ പെയിന് മാറിക്കിട്ടും. നമ്മളിൽ ഹീൽ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് വരുന്ന ഇഷ്യൂസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്താണ് ക്ലിയറായിട്ട് ഇതിൽ മാറ്റം വരിക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോഴാണോ ഇതൊക്കെ പുറത്തോട്ട് വരുന്നത് എന്ന്. അല്ല, ഓൾറെഡി നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവാം, പക്ഷേ അത് കുറച്ചുകൂടി കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ദേഷ്യമുള്ള ആളാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായ
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടും നമുക്ക് പറയാൻ പറ്റാത്ത വന്ന അല്ലെങ്കിൽ പറയാൻ സാഹചര്യം ഇല്ലാണ്ടിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകൾ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചു വെച്ച ആ ഇമോഷൻ എന്താണോ അത് ദേഷ്യമായിട്ട് പുറത്തേക്ക്, ദേഷ്യം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, നമുക്ക് എല്ലാത്തിനും ദേഷ്യമായിരിക്കും. പക്ഷേ റേക്കി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അധികം ദേഷ്യം വരും, കാരണം ഈ ഇമോഷനെ നമ്മൾ പുറത്തോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദിവസമാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണോ അതിൻ്റെ റൂട്ട് കോസ് അത് ഹീലാകുമ്പോഴാണ് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ആവുക. വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ചോദ്യം, 69, 96, 98 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിപ്ലൈ തരാമോ എന്ന് എനിക്കൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഞാൻ ഇതുപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിലും ഇതുപോലുള്ള നമ്പേഴ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാടങ്ങ് ഇതെന്ന് വിചാരിച്ച് നിൽക്കരുത്. കാരണം നിങ്ങളുടെ സമയം പോവും, മാത്രമല്ല നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതായത് ഈ 69 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു 100 കണക്കിന് റിപ്ലൈ ആണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ അത്രമാത്രം അതിൻ്റെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ടാവും. നമ്മളിതിൽ ഏതാണ് ചൂസ് ചെയ്യുക നമുക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പം ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ പിന്നിൽ നിങ്ങൾ ഒരുപാടങ്ങ് പോവാതിരിക്കുക. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് റൈറ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഡിവൈൻ പവേഴ്സ് ഉണ്ട്. അവർ നമുക്ക് വഴികാട്ടി തരുന്നതാണ് ഇത്തരം നമ്പേഴ്സിലൂടെ. അത്രയും മനസ്സിലാക്കുക. പിന്നെ നിരന്തരമായിട്ട് നമ്മൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും വായിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലോ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടും ഈ 69, 96 പോലുള്ള നമ്പേഴ്സിനെ പറ്റിയിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു നമ്പർ പതിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ മീനിങ്ങും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നിങ്ങളെപ്പോലും അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് എൻ്റെ മുമ്പിൽ ഇത് മാത്രം കാണുന്നത്. ആക്ച്വലി നിങ്ങൾ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തൊട്ടിട്ട് ഞാൻ എത്ര ഏഞ്ചൽ നമ്പേഴ്സ്, ഈ ഒരൊറ്റ ദിവസം ഞാൻ എത്ര ഏഞ്ചൽ നമ്പേഴ്സ് കാണും എന്നുള്ളത് ഒന്ന് നിങ്ങളെ മൈൻഡിൽ കണ്ടു നോക്കുക. 111, 222 പോലുള്ള കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കുക, ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഈ നമ്പേഴ്സ് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. അതായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് അത്. നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴോ പതിഞ്ഞു പോയ ആ ഒരു കാര്യം നമ്മൾ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അതൊന്ന് മനസ്സിലാക്കുക, ഇതിൽ തന്നെ പെട്ടു പോവാതിരിക്കുക. നെക്സ്റ്റ്, തേർഡ് ഐ ഓപ്പണിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തേർഡ് ഐ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ എല്ലാ ചക്രാസും, അതായത് തേർഡ് ഐക്ക് താഴെ വരുന്ന ചക്രാസുണ്ട്. ഇപ്പം റൂട്ട് ചക്ര, സാക്രൽ ചക്ര, അതുപോലെ ഹാർട്ട് ചക്ര, മണിപ്പൂര ചക്ര, ഇങ്ങനെ തേർഡ് ഐക്ക് താഴെ വരുന്ന ചക്രാസ് ഉണ്ട്. ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നോർമലി തേർഡ് ഐ ആക്ടിവേറ്റഡ് ആവുക. പിന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ശ്രമിക്കാം, പറ്റുവാണെങ്കിൽ ചെയ്തു തരാം. ഓക്കെ. പിന്നെ ചക്രാസ് ആക്ടിവേറ്റ് ആവാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഓരോ വ്യക്തി അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജറ്റിക് ബോഡിയായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ എനർജറ്റിക് ബോഡിയിൽ നമുക്ക് ഓറയുടെ 7 ലെയേഴ്സ് ഉണ്ട്. ഈ 7 ലെയേഴ്സും 7 ചക്രാസും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ ഓറ നമ്മൾ പെരുമാറുന്ന ആളുകളുമായി അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ എനർജിയുമായിട്ടാണോ മിങ്കിൾ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓറയുടെ കപ്പാസിറ്റി കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതായത് അത് ചിലപ്പോൾ ക്ലെൻസ് ചെയ്യേണ്ടി വരും. അതേ സ്ഥാനത്ത് സ്ഥിരമായി ക്ലെൻസ് ചെയ്ത് കൃത്യമായി ഇപ്പം റേക്കിയോ അല്ലെങ്കിൽ യോഗയോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീജമന്ത്രങ്ങളൊക്കെ ജപിച്ച് അത്രയും ക്ലിയറായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ
കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് ചക്രാസ് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ അത് സ്വിച്ചിട്ട പോലെ ഒരു ദിവസം നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ രീതിയിലോട്ട് തന്നെ ആവും. പക്ഷേ നിരന്തരമായ സാധന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ റേക്കിയൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ആ ചക്ര അവിടുന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി റേക്കി ചെയ്യാത്ത സമയത്തും സ്വസ്ഥമായി നമ്മളുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കിടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സാക്രൽ ചക്ര, റൂട്ട് ചക്ര, എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ചക്രാസും കറക്റ്റ് മനസ്സിലാവാറുണ്ട്. കറങ്ങുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ആക്ടിവേറ്റ് ആവുമെന്ന് ചോദിച്ചാൽ, ഈ കറങ്ങുന്നത് കൊണ്ട് കംപ്ലീറ്റ് ആക്ടിവേറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ആ ചക്രാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ആണെങ്കിലും ഗ്ലാൻസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആവും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് ക്ലിയർ ആവും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട്, അതെല്ലാം നമുക്ക് ക്ലിയറായി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ചക്രാസ് ആക്ടിവേറ്റ് ആവുന്ന ഇതിൻ്റെ സൈൻ തന്നെയാണ്. അത് ഇത്ര ദിവസം കൊണ്ട് ആക്ടിവേറ്റ് ആക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ എനർജറ്റിക് ബോഡിയല്ല നിങ്ങളുടേതായിരിക്കില്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെത്. അപ്പം എല്ലാവരുടേതും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ആളും ചെയ്യുന്ന എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഡെഡിക്കേഷൻ നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ, അതെല്ലാം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. ഒരിക്കലും നമുക്ക് ഇത്രാമത്തെ ദിവസം നിങ്ങളുടെ ചക്രാസ് ആക്ടിവേറ്റ് ആവും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. മറ്റൊരു കാര്യം, റേക്കി പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേക്കി പഠിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് മെയിൽ ചെയ്യുക, എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ. മെയിൽ ചെയ്തോളൂ. മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗുരുവിനെ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. സാറാണ് നിങ്ങൾക്ക് റേക്കി പഠിപ്പിച്ച് തരിക. ഞാൻ മണി റേക്കി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. റേക്കിയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് വേണ്ടുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് 1, 2, 3 ലെവൽസ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. റേക്കി പഠിക്കാൻ നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് മെയിൽ ചെയ്യുക. ഡീറ്റെയിൽസ് പറ്റുവാണെങ്കിൽ എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാത്ത പക്ഷവും ഞാൻ വിളിച്ചിട്ട് സംസാരിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം പഠിച്ച ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ട ആൾക്കാരും ഉണ്ട്. ഏത് ലെവൽസ് ആണെങ്കിലും കുഴപ്പമില്ല, മെയിൽ ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി മറ്റൊരാൾ ചോദിച്ചത്, റേക്കി ഓൺലൈനിൽ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മണി റേക്കിയുടെ അറ്റോൺമെൻറ്റ് കൊടുക്കുന്നത് ഡിസ്റ്റൻസായിട്ട് തന്നെയാണ്. എനിക്ക് ഒരുപാട് അതർ കൺട്രീസിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. സോ അവർക്കൊക്കെ നമുക്ക് ഡിസ്റ്റൻസായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് വീഡിയോ ഞാൻ അയച്ചു തരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഫ്രീ ക്ലാസ്സും ഞാൻ തരുന്നുണ്ട്. എൻ്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മണി റേക്കി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഇരുന്നിട്ട് എന്നെ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളെ കൊണ്ടത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്. വീഡിയോ ക്ലാസ് ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരുന്നുണ്ട്. അത് എല്ലാ ലെവൽസിനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. റേക്കി ആണെങ്കിലും സാർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, അതായത് ഡിസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ അറ്റോൺമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് എല്ലാം അയച്ചു തരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. സോ ഓൺലൈനിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു ചോദ്യം എനിക്ക് വന്നതാണ്, റേക്കി പഠിച്ചാൽ ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറിക്കിട്ടുമോ? ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറാൻ റേക്കി പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങളെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചിട്ടുണ്ടാവാം. മനസ്സിലാക്കുന്നു ഞാനത്. ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും ആരൊക്കെയുള്ളത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അതായത് നമ്മളെല്ലാം ഒറ്റ സോളിൽ നിന്നാണ് വന്നത്, പരമാത്മാവ്. തിരിച്ച് അതിലേക്ക് തന്നെയാണ് നമുക്ക് പോവേണ്ടതും. സോ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാവരും ആരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾക്കുണ്ടാവുന്ന സാഹചര്യങ്ങളാണ് അവർ നമ്മുടെ കാർമിക്സ് ആവുന്നതും നമ്മുടെ സോൾമേറ്റ് ആവുന്നതും ഒക്കെ. സോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഈ ജീവിതത്തിലെ ഒറ്റപ്പെടലൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? ഇവിടെ മറ്റൊരു കാര്യം കൂടി ക്ലബ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്ന ഒരു 90% ആളുകളും പലതരത്തിലുള്ള സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ്
ഇത്രയും സ്ട്രഗ്ലിങ്ങിലൂടെ പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്തിനാണ് അനുഭവിക്കേണ്ടി വരുന്നത്? വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യൻ എപ്പോഴെങ്കിലും ഞാൻ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുമോ? അതൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനും നമ്മുടേതായ ഒരു സോൾ പർപ്പസിലേക്ക് ഈ യൂണിവേഴ്സ് നമ്മളെ എത്തിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുള്ളൂ. ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതായത് വളരെ ഒരു ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ ഒരിക്കലും ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരില്ല. അതേ സ്ഥാനത്ത് മാക്സിമം സ്ട്രഗിളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആഴത്തിലിറങ്ങി അന്വേഷിക്കാനും പലതും കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഇത്തരം സ്ട്രഗിളിങ്ങും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ കാർമിക്സ് തരുന്നത് സത്യത്തിൽ നമ്മളെ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ലോവർ സെൽഫിൽ നിന്നും നമ്മുടെ സോളിൻ്റെ ഹയർ സെൽഫിലോട്ട് നമ്മളെ എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ ശരിക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യുന്നത്. നമ്മുടെ കാർമിക്സ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തരുമ്പോഴല്ലേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ. ഇനി നമ്മുടെ സോൾമേറ്റ്സ് നമ്മുടെ ചുറ്റും നിന്ന് ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സാന്ത്വനമാവാനും സന്തോഷമാവാനും അവർ നമ്മുടെ കൂടെയില്ലേ? മനസ്സിലാക്കുക. അപ്പം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. നമ്മളാരും ഇവിടെ ഒറ്റയ്ക്കല്ല. ഇനി നേരെ മറിച്ച് നമുക്ക് ചിന്തിക്കാം, നമ്മൾ വരുന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ്. ഒരൊറ്റ സോളിൽ നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഷഡ്പദങ്ങളും എന്ന് വേണ്ട ഈ സമ്പൂർണ്ണ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ പ്രകൃതി എല്ലാത്തിലും നമ്മളും ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലും നമ്മളുണ്ട്. അതുപോലെ അവരെല്ലാം നമ്മളിലും ഉണ്ട്. നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നിൽ നിന്നും പൊട്ടി വന്നതാണ് ഈ കാണുന്ന എല്ലാ സോൾസും, അല്ലെങ്കിൽ അതിൽ നിന്നും അടർന്നു വന്നതാണ് ഈ കാണുന്ന സോൾസ് എല്ലാം. തിരിച്ച് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചത് പരമാത്മാവിലേക്ക് തന്നെ പോവും. ഇവിടെ ആരും ഒറ്റയ്ക്കല്ല, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറുമോ എന്ന് ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ജേണിയിലാവാം നിങ്ങൾ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏതോ ഒരു കർമ്മയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ വന്നത്. അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങ് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആരും ഒറ്റയ്ക്കുമല്ല, ആരും കൂട്ടത്തോടെയുമല്ല. ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരിലും ഈശ്വരനുണ്ട്, എല്ലാത്തിലും ഈശ്വരനുണ്ട്. ഇവിടെ ആരും ഒറ്റയ്ക്കല്ല, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി വളരെ രസകരമായിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. രസകരം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല ആൾ എഴുതിയത്. എനിക്കൊരു കഥ തന്നെ എഴുതി ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രഞ്ജിത്ത് എന്നോ അങ്ങനെ ഏതാണ്ടാണ്. ഇത് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത്, എത്രയും കഷ്ടപ്പെട്ടിട്ട് ആ കമൻറ്റ് എഴുതിയിട്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ മോശമായിപ്പോവും. കാരണം ഒരു വലിയ കഥ തന്നെ ആൾ എഴുതി അയച്ചിട്ടുണ്ട്. ഞാനത് ക്ഷമയോടെ ഇരുന്ന് വായിച്ചിട്ടുമുണ്ട്. അതിന് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യാണ്. ആൾ ഭയങ്കര ശിവഭക്തനാണ്. നന്നായിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നു. ഈ ശിവഭക്തനായ ഇദ്ദേഹം ഹീലിംഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, അതായത് ഞാൻ ഓഗസ്റ്റ് 17 എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 17 ഞാനൊരു ഹീലിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആൾ താല്പര്യപ്പെട്ടു. വേണമെന്ന് വിചാരിച്ച സമയത്ത് വളരെ മോശമായൊരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത് എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഹീലിംഗ് എടുക്കാൻ പോലും ഞാൻ അർഹനല്ല, എന്നെ ശിവൻ ഭഗവാന് അത്രക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ഒരു പരിഗണനയും ആ ഒരു ഈശ്വരശക്തി പോലും തരുന്നില്ല, ഞാൻ ഇതിന് അർഹനല്ല എന്നാണ് വിശ്വസിക്കുന്നത്. സങ്കടം കൊണ്ടാണ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ കഥ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ കഥ മുഴുവൻ വായിച്ചു. നിങ്ങളിവിടെ മനസ്സിലാക്കുക,
ഈ രേഖി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? രേഖി എന്ന് പറയുന്ന ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്ന മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്നില്ലേ? നിങ്ങളുടെ ഈ ശ്വാസമില്ലേ, ആ ശ്വാസത്തിൻ്റെ ശക്തിയാണ്, ഒരു പ്രാണശക്തിയാണ് രേഖി എന്ന് പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, രേഖി നിങ്ങളെ കൈവിട്ടോ ഇല്ലയോ? നിങ്ങളുടെ ഉള്ളിലൊരു പ്രാണശക്തി ഇല്ലേ? നിങ്ങളുടെ ഉള്ളിലൊരു ജീവനില്ലേ? ആ ജീവൻ ഇപ്പോഴും നിങ്ങൾക്കില്ലേ? നിങ്ങളത് അറിയുന്നില്ലേ? അനുഭവിക്കുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് രേഖി നിങ്ങളെ കൈവിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എനിക്കൊന്ന് മെയിൽ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ ഹീലിംഗ് ചെയ്ത് തരുമായിരുന്നു. അത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പം എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഇയാൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, രേഖയാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. നമ്മളതിന് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രേഖയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കുക, രേഖയ്ക്ക് ആരോടും പിണക്കമോ പരിഭവമോ പരിഗണനയോ ഇല്ല. അതും കൂടെ എടുത്ത് പറയാം, പരിഗണനയോ ഇല്ല. എല്ലാവരും ഈക്വലാണ്. അതിപ്പോൾ രേഖയുടെ ചാനലായ ആൾക്കാരാണെങ്കിലും ശരി, അവരിലൂടെ ഹീൽ ചെയ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ശരി, കാരണം അവരെ ചൂസ് ചെയ്യുന്നതും ഇതേ എനർജിയാണ്. ഓക്കെ, ഇതിൽ ചില ആളുകളെ അത് ചെയ്തു കൊടുക്കാൻ, അതായത് ഹീലിംഗ് ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. മറ്റു ചിലർക്ക് ഹീലാവാനുള്ളൊരു സാഹചര്യം നേടിക്കൊടുക്കുന്നു. ഇവിടെ മനസ്സിലാക്കുക, ഈ നമ്മളടുത്തൊക്കെ വന്നിട്ട് ഹീലിംഗ് സ്വീകരിക്കുന്ന ആളുകളും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മം ഉണ്ടാകും. അത് റീപേ ചെയ്യുന്നതാണ് ഇങ്ങനെ. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈശ്വരാനുഗ്രഹത്താൽ അത് സുഖപ്പെടണം എന്നുള്ളൊരു ഭാഗ്യം അവർക്കും ഉണ്ടാവും. സോ ഇവിടെ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് തരുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമാണത്. അത് നിങ്ങൾ മനസ്സിലാക്കി എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ ക്ലിയർ ആവുന്ന പ്രശ്നങ്ങളേ ഇവിടെയുള്ളൂ. പിന്നെ നിങ്ങൾ എത്രത്തോളം കിട്ടിയ കാര്യം നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈശ്വരന് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആലോചിച്ച് നോക്കുക. ഒരിക്കലും കിട്ടാത്ത കാര്യത്തിന് നമ്മൾ കുറ്റം പറയാതിരിക്കുക. കിട്ടിയ കാര്യത്തിന് എന്തുകൊണ്ട് നന്ദി പറയുന്നില്ല? എന്തൊക്കെ കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തു തന്നാലും ആ തന്നതിനൊന്നും നിങ്ങൾ താങ്ക് യു പറയില്ല. എന്നിട്ട് കിട്ടാത്ത കാര്യത്തിന് ഒന്നും അറിയാത്ത ശിവഭഗവാൻ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരനുള്ളത്. ഈ തേടിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരനുള്ളതെന്ന് മനസ്സിലാക്കുക. എല്ലാവരിലും മസ്കുലിൻ ഫെമിനിൻ എനർജി ഉണ്ട്. എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. അത് മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ ഭേദമന്യേ എല്ലാത്തിലും ഉണ്ട്. ഈ സർവ്വചരാചരത്തിലും നിറഞ്ഞു നിൽക്കുന്ന അതേ ഈശ്വര ശക്തിയാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഒന്നിനും നമ്മൾ യൂണിവേഴ്സിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ, അത് എന്ത് പേരിട്ട് വിളിച്ചാലും, ശിവനാണെങ്കിലും ക്രിസ്തു ആണെങ്കിലും നബി ആണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത്. ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. കിട്ടിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറഞ്ഞു നോക്കൂ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈശ്വരൻ തരുന്നുണ്ട്. നിങ്ങളിപ്പം ജീവിക്കുന്നില്ല, ആ ജീവിക്കുന്ന ജീവശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര ചൈതന്യമാണ്. ഭക്ഷണം കഴിക്കുന്നില്ലേ, വസ്ത്രമില്ലേ, വീടില്ലേ, റിലേറ്റീവ്സ് ഇല്ലേ, എന്തൊക്കെ കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ കാണാം. മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർ, കേൾക്കാൻ പറ്റാത്ത ആളുകൾ, സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ എന്ന് വേണ്ട എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ, അത് എത്ര ചെറുതും ആയിക്കൊള്ളട്ടെ എത്ര വലുതും ആയിക്കൊള്ളട്ടെ, ആ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം വളരെ വളരെ മൂല്യമേറിയതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കണ്ണിലാണ് അത് ചെറുതും വലുതുമായിട്ടുള്ളത്. ഈശ്വരൻ തരുന്ന ഓരോ കാലത്തിനും ഒരുപാട് മൂല്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ താങ്ക് യു പറഞ്ഞു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് വരും. ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.